Hi guys, welcome to my new YouTube video അത്തൂക്ക വ്ളോഗ്സ്. എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെ ചെയ്യാത്തൊരു പുതിയൊരു പരിപാടിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം ഞാൻ വളരെ ആഗ്രഹിച്ച് കിട്ടിയ ഒരു സാധനം, നമ്മുടെ സ്വന്തം ക്യാമറയുടെ അൺബോക്സിംഗ് ആണ് കുട്ടികളെ. കുറേ എന്താ പറയുക, കുറേ സെർച്ചാക്കി നോക്കി. പക്ഷെ ഇതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് വേണ്ട. ഞാൻ ChatGPT പറഞ്ഞ് ഇതിൻ്റെ 6 എടുത്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ChatGPT പറഞ്ഞ് അത്രയും വല്ല ബന്ധങ്ങളിലേക്കൊക്കെ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ബിഗിനർ അല്ലേ, നമുക്ക് ഇതിൽ കൂടി തുടങ്ങാം. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു അൺബോക്സ് DJI Osmo Action 5 Pro. ഇത് അഡ്വെഞ്ചർ കോംബോ ആണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് ഇതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. നമ്മളെ മുന്നോട്ടുള്ള വ്ളോഗുകളൊക്കെ ഇതിലായിരിക്കും വരാൻ പോകുന്നത്. സൂപ്പർ എക്സൈറ്റഡ് ബ്രോ. എന്തൊക്കെയുണ്ട് നോക്കാം. നമുക്ക് ഇതിലൊക്കെ കാണുന്നുണ്ട്. ഇതിലേ ഈ സ്കാൻ ചെയ്താൽ ഇതിൻ്റെ ഇത് കിട്ടും. എന്താ ആപ്പ്, ഞാൻ ഓൾറെഡി ആപ്പ് ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ എന്താ പറയുക, ക്യാമറ, പിന്നെ ബാറ്ററി, എക്സ്റ്റൻഷൻ ബാറ്ററി ഉണ്ട്, 3 ബാറ്ററി ഉണ്ട്. ഞാൻ ഫുള്ള് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഫുള്ള് കാണിച്ചു തരാം. ഇതാണ് സാധനം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കാരണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. പിന്നെ വിഷ്വൽസിലേക്ക് ഇതിൽ 2 ബോക്സാണ് വരുന്നത്. ഇങ്ങനെ തുറക്കുമ്പോൾ നമുക്ക് 2 ബോക്സ് വരും. അപ്പോൾ 2 ബോക്സും പിന്നെ ഇതിൽ തന്നെ നമുക്ക് അയൺ റോഡും കാണാം. സോ ഓക്കെ, ഞാൻ ഈ സാധനം ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇത് ആദ്യം നമുക്ക് അയൺ റോഡ്, നമുക്ക് സ്റ്റിക്ക് ഓപ്പൺ ആക്കാം. സ്റ്റിക്ക് ഇത് ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ എനിക്കിപ്പോൾ കുറേ ഇതുണ്ട്, എന്താ അത് കാണിക്കാത്തത്, അവരെന്താ ഇങ്ങനെ കാണിക്കാത്തതെന്നൊക്കെ. അപ്പോൾ ഞാൻ എനിക്കുണ്ടായ കൺഫ്യൂഷനൊക്കെ ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ ക്ലിയർ ആക്കി തരും. ഇതിപ്പോൾ ഇതാണ് സ്റ്റിക്ക് നല്ല വലുപ്പമുണ്ട്. ഓക്കെ, നമുക്ക് ഫുള്ള് വീഡിയോ ഞാൻ ലാസ്റ്റ് കാണിച്ചു കേട്ടോ. ഇതാണ് സ്റ്റിക്ക്. കിടക്കട്ടെ, നമുക്ക് ആക്സസറീസ് ബണ്ടിൽ ഓപ്പൺ ചെയ്യാം. ഇതെന്തൊക്കെയാണല്ലേ നോക്കാം. മാഗ്നറ്റിക്, ഇതാണ് മാഗ്നറ്റിക് ക്ലിപ്പ്. സ്റ്റിക്കേഴ്സും പിന്നെ അതിൻ്റെ കാര്യങ്ങളും, പേപ്പർ മെയിൻ കാര്യങ്ങളും. പിന്നെ C ടൈപ്പ് കേബിൾ ഉണ്ട്, നമുക്ക് ചാർജിങ്ങിനൊക്കെ ഉപയോഗിക്കാം. ഇതാണ് ബെസ്റ്റ് പാർട്ട്, ചാർജർ. 3 ചാർജർ ഉണ്ട്, ഇതിൻ്റെ ബണ്ടിൽ ഉണ്ട് ഒന്നിച്ച്. അപ്പോൾ ഒരു ചാർജർ എനിക്ക് തോന്നുന്നത് ഇതിൽ തന്നെ ഉണ്ടാവുന്നു. തുറന്നിട്ട് നോക്കാം നമുക്ക്. ഓക്കെ, ചാർജിന് കുത്താം. ദിസ് ഈസ് ബെസ്റ്റ് പാർട്ട്. 1950 mAh ഉണ്ട്, ഒന്ന് തന്നെ കപ്പാസിറ്റി. ഒന്നേ ഉള്ളൂ. പിന്നെ അവസാനം നമ്മുടെ ക്യാമറ DJI Osmo Action 6 അല്ല 5. ഒന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 2 സ്ക്രൂ ഉണ്ട് അതിൻ്റെ. ഞാൻ ആദ്യം വിചാരിച്ചത് ഒന്നേ ഉള്ളൂ ക്ലിപ്പ്. നോക്കുമ്പോൾ മറ്റതിലുണ്ട്, എക്സ്ട്രാ ബണ്ടലുണ്ട്. വേറെ മാഗ്നറ്റിക് ക്ലിപ്പ്, പിന്നെ നമ്മുടെ ബൈക്കിലേക്കൊക്കെ വെക്കാൻ പറ്റിയ സ്റ്റിക്കിൻ്റെ സാധനം. പിന്നെ ഇത് അഡ്ജസ്റ്റബിൾ, ഇതിലേക്ക് നമുക്ക് ഇടാൻ പറ്റിയ സാധനം. ക്ലിപ്പ് എടുത്ത് ഇത് ഞാനും ആദ്യമായിട്ടാണ് ഈ സാധനം വാങ്ങുന്നതൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ. അപ്പോൾ അതൊന്നും അറിയില്ല, നോക്കാം. ഇത്രയൊക്കെയാണ് ഇതിലുള്ളത്. ഓക്കെ, കാണുന്നുണ്ടല്ലോ, സെൻറ്റർ വെക്കണോ വേണ്ട, ഇവിടെ തന്നെ വരെ. ഇതൊക്കെയാണ് ഇതിലുള്ളത്. ഇത് അഡ്വഞ്ചർ കോമ്പാണ്. ഞാൻ ബെസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അഡ്വഞ്ചർ കോമ്പോ ആയിരിക്കും. കാരണം അതിലാകുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് എക്സ്ട്രാ വാങ്ങണമെന്നില്ല. ഇതൊക്കെ ഓൾറെഡി ഇതിലുണ്ടാവും, ഇൻക്ലൂഡ് ആയിട്ട് ബെറ്റർ ആയിരിക്കും. ഓ ഫൈനലി പ്രോ. ഓക്കെ, സൈസ് നോക്കിയേ, ഇത്രയേ ഉള്ളൂ. എവിടെ വേണമെങ്കിലും കൊണ്ടെടുക്കാം. ഈ സ്റ്റിക്കാണെങ്കിൽ നോക്ക്, ഇത്രയേ ഉള്ളൂ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടെ സാധനമൊക്കെ, ക്യാമറ ആണെങ്കിലും. അപ്പോൾ ഇതിൻ്റെ ക്ലിപ്പൊക്കെ തുറക്കണം എന്നൊക്കെ എങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചിന്. എങ്ങനെ ഓപ്പൺ ചെയ്യാം?
ഇവിടെ ഒരു സാധനമുണ്ട്, ഇത് ഓപ്പൺ ചെയ്യാം. ഞാൻ പറഞ്ഞില്ല ബാറ്ററി ഓൾറെഡി ഇതിലുണ്ട് കേട്ടോ. ഒരു ബാറ്ററി ഉണ്ട്. പിന്നെ ഇവിടെ മെമ്മറി കാർഡിൻ്റെ ഇത് വേണ്ട, അത് ഓൾറെഡി ഇനി ഇൻബിൽഡായിട്ട് 47 GB ഉണ്ട്. അത് ഭയങ്കര ഒരു അഡ്വാൻസ് ആണ്. തൽക്കാലത്തേക്ക് മെമ്മറി കാർഡ് വാങ്ങിയില്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ലോക്ക് ചെയ്യാം. ക്യാമറ Action 5, പിന്നെ ക്ലിപ്പ്, മാഗ്നറ്റ്, ഭയങ്കര പവർ കേട്ടോ. ഓഫ്, സെറ്റ് സാധനം ഭയങ്കര പവറാണ്. ഇത് വേണം നമുക്ക് ഇതിൽ മൗണ്ട് ചെയ്യാം, എന്നിട്ട് ലോക്ക് ചെയ്യാം. സ്ക്രൂ ഇട്ട് ഓക്കെ, അങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക. ബൈക്കിലൊക്കെ ബെറ്റർ ആയിരിക്കും. പിന്നെ ഇത് ഇതിലേക്ക് സ്ക്രൂ ചെയ്ത് വാവ്, സിമ്പിൾ, ഇത്രേ ഉള്ളൂ. കഴിഞ്ഞു നമ്മുടെ ആക്ഷൻ ക്യാമറ റെഡി. ഞാൻ ഓൺ ചെയ്തിട്ടില്ല, ഇപ്പോൾ ഓൺ ചെയ്യാം. ബ്രോ ഇതിൻ്റെ സൈസ് കാണിച്ചാൽ എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ട്. ഇതിപ്പോൾ പിടിക്കുമ്പോൾ ഇങ്ങനെ എത്ര വലുതായിരിക്കുന്നത്. അത് ഇത്രയേ ഉള്ളൂ. കറക്റ്റ് ഞങ്ങൾ പാമ്പ് വെച്ച് കാണിച്ചു തരാം. സ്റ്റിക്കിൻ്റെ നോർമൽ സൈസ്, സ്റ്റിക്ക് ലെങ്ത് ആവാതെ നോർമൽ സൈസ് ഇത്രയാണ് സ്റ്റിക്ക്. ഇതിന് ചെറിയ സ്റ്റിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും സെപ്പറേറ്റ്. ഇത്രയാണ് ഉള്ളത്. ഇതാണ് സൈസ്. ഓക്കെ, ക്യാമറയുടെ സൈസ് പറഞ്ഞില്ലേ, ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. ഓക്കെ, ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ നിങ്ങളൊരു വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ. ഓഫ്, സെറ്റ് സാധനം. റിമൂവ് ചെയ്ത് ഈ പവർ എന്താ പറയുക, വാട്ടർ പ്രൂഫ് ആട്ടോ. അതുകൊണ്ട് നമുക്ക് എന്തും വെള്ളത്തിലും ചെയ്യാം. ഇതിപ്പോൾ അൺക്ലിപ്പ് ചെയ്യാൻ വേറെ ഒരു സുഖം. ജസ്റ്റ് മാഗ്നറ്റ് നല്ല പവർ ആട്ടോ. പൊളി സാധനം. ഇതിലാണോ ഇത് ഇങ്ങനെയാടാ. അത് നമുക്ക് ക്യാമറ ഇടാം. ക്യാമറ സേഫ് ആക്കാം. ടാസ്ക് ആണല്ലോ ബ്രോ. ഇതിങ്ങനെ തന്നെയാണോ ഇടാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാനൊരു ബിഗിനറാണ്. ഞാനും ഒരു ആകാംക്ഷയുടെ പുറത്ത് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഐ റിയലി ഡോണ്ട് നോ. നിങ്ങൾ ആരും കണ്ടിട്ടൊന്നും പറയരുതേ ഈ ചെക്കൻ ഇതെന്താ കാണിക്കുന്നതെന്ന് ചോദിച്ച്. ഇങ്ങനെയാണ്. യെസ്, തിരിച്ചാണിട്ടെ. അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ സെറ്റായി. സെറ്റ് സാധനം. ഇത് ഇടുന്നതുകൊണ്ട് ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാലേ നമുക്കിത് എവിടെയും കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലാൻഡ്സ്കേപ്പ് ആയിട്ട് വീഡിയോ എടുക്കാം. ഇതിപ്പോൾ നമുക്ക് പോർട്രേറ്റ് ആയിട്ട് റീൽസിനൊക്കെ വീഡിയോ എടുക്കാം. ഇതിങ്ങനെ ഇട്ട് പിന്നെ ഇതില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് പോർട്രേറ്റ് ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. സ്ക്രൂ ഇടാത്തതാണ് ഇപ്പോൾ ലൂസ്. ഓക്കെ, നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയി. വീഡിയോയിലൊക്കെ വേറെ ആൾ കാണിക്കുമ്പോൾ ഇതൊന്നും കാണിക്കില്ല. നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ ഗൈസ്, ഇത് റിമൂവ് ചെയ്ത് നമുക്ക് റിമൂവ് കുറച്ച് പണിയുണ്ട്. ഓക്കെ, ഇതാണ് സാധനം. ഇതിൻ്റെ പവർ ബട്ടൺ ഇവിടെയാണ്. പവർ ബട്ടണ് ഇത് നമുക്ക് ക്യാമറ ഓൺ ആക്കാനുള്ള ബട്ടൺ. പിന്നെ ലൈൻസ് ഇത് റിമൂവ് ചെയ്താൽ നമുക്ക് ഇത് വാട്ടർ പ്രൂഫാണ്. അപ്പോൾ ഇത് റിമൂവ് ചെയ്താൽ നമുക്ക് വെള്ളത്തിലിടാൻ കുറച്ച് പണിയായിരിക്കും. നമുക്ക് വാട്ടർ പ്രൂഫിൻ്റെ അത് കിട്ടില്ല. ഓക്കെ, പിന്നെ ഇവിടെ ഇതുണ്ടാ ബട്ടൺ. ഇത് നമ്മളെ ചാർജർ, പിന്നെ SD കാർഡ് ഇടുന്നത്. ഓക്കെ, അത് ചെയ്താൽ മതി. പിന്നെയുള്ളത് നമ്മളെ ക്ലാമ്പ്. പിന്നെ ഇവിടെ ചാർജറുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് ഇതാക്കിയാൽ ചാർജർ തിരിച്ചങ്ങനെ വെക്കാം. ഇത് മാഗ്നറ്റ് പെട്ടെന്ന് കണക്റ്റ് ആവും. നല്ല സ്ട്രോങ് ആണ്. ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്. ഇതിങ്ങനെ എടുത്ത് വലിച്ചാൽ മതി. പിന്നെ ഇത് പവർ ബാറ്ററി ബണ്ടൽ. ഇത് 3 ഗ്രീൻ കളറാണ്. ഫുൾ ചാർജ് ആയതുകൊണ്ട് ഒരു ചാർജർ ഇതിലുണ്ട്. വളരെ യൂസ്ഫുൾ ആയ സാധനമായിരിക്കും ട്രാവലിംഗ് ടൈമൊക്കെ. നമുക്ക് ഇത് ഓപ്പൺ ആക്കി നോക്കാം. ഇതാണ്, കാണുന്നുണ്ടോ? ഇതിന് 2 സൈഡ് ക്യാമറ ഉണ്ട്. ഇതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളും ഇത് കിട്ടുന്ന ഫോക്കസ് ആവുന്നുണ്ടോ? ഇതാണ് സെറ്റിങ്സ്. നമുക്ക് ക്യാമറ ഇത് ഞാനൊരു വീഡിയോ സെറ്റാക്കാം. ക്യാമറ, ഫോട്ടോസ്, വീഡിയോസ്, സൂപ്പർ നൈറ്റ്, നമുക്ക് ഏതെങ്കിലും ട്രാക്കിങ് ചെയ്യാനൊക്കെ വേണ്ടി, പിന്നെ സ്ലോ മോഷന്, പിന്നെ ടൈം ലാപ്സ്, എല്ലാ സെറ്റിങ്സും ഇതിലുണ്ട്. പിന്നെ എന്താ ഓൾറെഡി നമുക്ക് പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. ഇതിലുണ്ട്. സെറ്റിങ്സിൽ പോയി നമുക്ക് കാര്യങ്ങളൊക്കെ മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് വീഡിയോ എടുത്ത് കാണാം. പിന്നെ സൈസ് നോക്കും. ഇതൊന്ന് ക്ലോസ് ആക്കട്ടെ. ഇത്രയേ ഉള്ളൂ. ക്ലോസായി. ഇത്രയേ ഉള്ളൂ സൈസ്. പിന്നെ സ്റ്റിക്ക് ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. സൂപ്പർ സാധനം കേട്ടോ.
Action 5. ഓക്കെ, അപ്പോൾ നമ്മളെ DJ Osmo Action 5ൻ്റെ അഡ്വഞ്ചർ കോംബോ ആണ് ഇപ്പം അൺബോക്സ് ആക്കി കാണിച്ചത്. അപ്പം ഇതിൻ്റെ വിഷ്വൽസ് ഇപ്പോൾ ഇതില്ലേ, ഇപ്പോൾ 1 മണി ഖത്തറിൽ, ഇപ്പോൾ 1 മണിക്ക് ഇപ്പോൾ ഉള്ള ക്ലിയർ നോക്കിക്കോ. ഇതാണിപ്പോൾ വൈഡ്, ഇത് ലെൻസ് ഇപ്പോൾ ഞാൻ വൈഡ് ആക്കിയിട്ടില്ല. ഇതിൻ്റെ ഓഡിയോവും ഇതിപ്പോൾ ഇതിന് തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള ഓഡിയോ. ഓക്കെ, ഞാൻ പറയുന്നത് ഇപ്പോൾ എത്രമാത്രം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. ഇതിൻ്റെ സ്റ്റിക്ക് ഇതെങ്ങനെയുള്ളത്, ഇപ്പോൾ എങ്ങനെ ഹോൾഡ് ആക്കുന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിത് ഹോൾഡ് ആക്കുന്നുള്ളത് ഇങ്ങനെയാണ് ഇത് ഹോൾഡ് ആക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എത്രമാത്രം വൈഡാന്ന് നോക്കാം. വൈഡ് എന്നെ കാണുന്ന കാണാ, ഇത്ര ഇതിൻ്റെ വലിപ്പം, സ്റ്റിക്കിൻ്റെ വലിപ്പം കാണാ. ഓക്കെ, അപ്പോൾ ഇത് ഇത്ര മാത്രം വലുതായിട്ട് അത് ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിൻ്റെ ആവശ്യം മതി. അപ്പോൾ ഇതിപ്പോൾ വൈഡ് ലെൻസിലാണെന്നുള്ള, ഇനിയിപ്പോൾ ഞാൻ നോർമൽ സ്റ്റാൻഡേർഡ് ലെൻസിലുള്ളത് കാണിച്ചു തരാം. വൈഡ് ലെൻസിൽ ഇങ്ങനെയുള്ള ഇതിൻ്റെ മോർ ക്വാളിറ്റി, ഇത് ഈ ക്ലിയർ ക്ലാരിറ്റി അങ്ങനെ നമുക്ക് അറിയില്ല. ഇപ്പോൾ ആസ് എ ബിഗിനർ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്നത് മാത്രം. ഇപ്പോൾ കൂടുതൽ പഠിച്ചിട്ട് ഇനി അങ്ങോട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് വൈഡ് ലെൻസ്. ഇപ്പോൾ ഇത് സ്റ്റാൻഡേർഡ്, ഇതിൻ്റെ സ്റ്റാൻഡേർഡിലാണ് ഇപ്പോൾ ഉള്ളത്. വൈഡ് നമ്മൾ നേരത്തെ ഉപയോഗിച്ചത്, ഇപ്പോൾ സ്റ്റാൻഡേർഡിൻ്റെ ഇത് ഇങ്ങനെ വ്യൂ കിട്ടും നമുക്ക്. എത്രമാത്രം കിട്ടുമെന്ന് അറിയില്ല. സമയം ഖത്തറിൽ 1 മണി തരുമ്പോൾ സൂര്യൻ തലക്ക് മേലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡിൽ കിട്ടുന്നത്. നേരെ കാണുന്നൊന്നുമില്ല, ഭയങ്കര ബീലി. ബാക്കി നമുക്ക് കാണാം. ഇതിൻ്റെ നൈറ്റ് വ്യൂ നൈറ്റ് വ്യൂ വയ്യ എടുത്തിട്ട് തരാം. അപ്പോൾ ഈ നൈറ്റ് വ്യൂ ഞാൻ ഇതിൻ്റെ ഒന്നിച്ച് എടുത്തിട്ട് ആഡാക്കാം. അപ്പോൾ നൈറ്റ് വ്യൂ നമുക്ക് എങ്ങനെ നോക്കിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നൈറ്റ് മോഡാക്കാന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇത് ഈ ലൈനുള്ള സൂപ്പർ നൈറ്റ് മോഡാണ്. മൊത്തത്തിലേക്ക് ഫുൾ ഇഷ്ടമാണ്. ചെറിയൊരു ലൈറ്റ് നിങ്ങൾ കാണുന്ന പോലെ, ഇതിങ്ങനെ ഈ ഒരു ലൈറ്റേ ഉള്ളൂ, അതിൽ നിന്നാണ് ഇത്ര കാണുന്നത്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് വ്യൂ ആണ്. ഇപ്പോൾ നൈറ്റ് മോഡ് ഇങ്ങനെയാണെന്നുള്ള മൊത്തത്തിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ. ഇതിൻ്റെ സൗണ്ട് എത്രമാത്രം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. കേൾക്കുന്നുണ്ടോ? ഇതിപ്പോൾ എന്ത് കണക്റ്റ് ആക്കിയിട്ടൊന്നുമില്ല, ഇതിൻ്റെ നോർമൽ സൗണ്ടാണ് ഇത്. ഓക്കെ, അപ്പോൾ ബൈ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂസ് ഇതെങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റിൽ പറയാം. ബൈ. ഇതൊക്കെയാണ് നമ്മളെ DJ Osmo Action 5 അഡ്വഞ്ചർ കോംബോയിലുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിനൊന്നിച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ആയി ഇത് കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ബാക്കിലുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ. ഇതിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഒരു സെറ്റിങ്സും ഞാൻ മാറ്റിക്കില്ല. എങ്ങനെയാണോ വന്നത് അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ച്. നൈറ്റ് മോഡാണെങ്കിലും ഇപ്പോൾ ഡേ ഷൂട്ടാണെങ്കിലും. അപ്പോൾ ഇതിന് മോർ സെറ്റിങ്സൊക്കെ ഞാനും പഠിക്കേണ്ടത്ര. ഞാനൊരു ബിഗിനറാണ്, അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്തതന്നേ ഉള്ളൂ ഇത്. ഓക്കെ, ഇതാണ് സാധനം. സൈസ് ഉണ്ടോ? സൈസ് ഭയങ്കര ട്രാവലിംഗ് ഒക്കെ ഭയങ്കര പോക്കറ്റിട്ട് നമുക്ക് നടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഈ ഒരു സാധനം തന്നെ വാങ്ങിക്കണേ, അഡ്വഞ്ചർ കോംബോ. അതാകുമ്പോൾ നമുക്ക് ബെറ്റർ യൂസ് ആയിരിക്കും. നിങ്ങളെ ഇഷ്ടം. നിങ്ങൾ GoPro ആണെങ്കിൽ GoPro ഉപയോഗിക്കാം. 6 വന്നിട്ടുണ്ട്, 6 ഉപയോഗിക്കാം ഇതിൻ്റെ തന്നെ. ആസ് യു ലൈക്ക്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് എൻ്റെ സപ്പോർട്ട്. ഓക്കെ, ഭയങ്കര നെർവസ്. പിന്നെ ഒരു കാര്യമുണ്ടേ, ഇങ്ങനത്തെ ആൾ വാച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും അറിയുന്ന വാച്ച് തന്നെ ആയിരിക്കും, കാസിയോൻ്റെ ഇത് അലാം ക്രോണോ. പക്ഷേ ഇതിൻ്റെ വേറൊരു വാച്ച് ഉണ്ട് 918 ആണെന്നോ, അതെനിക്ക് കിട്ടിയില്ല. ഇപ്പം നിങ്ങളൊരു അഡ്വഞ്ചർ ഒരു സ്പോർട്ടി ടൈപ്പ് ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്. സീന സാധനം മോനെ, എന്ത് കംഫർട്ട് അറിയാൻ. പിന്നെ നമുക്ക് എന്ത് ഭയങ്കര റഫ് വാട്ടർ റെസിസ്റ്റൻ്റ് ഒക്കെയാണ്. നമുക്ക് എന്ത് റഫായി ഇപ്പോൾ
ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രിപ്പ് ട്രാവൽ ഹൈക്കിങ് ട്രക്കിംഗ് ഒക്കെ പോകുമ്പോലെ ബെറ്റർ യൂസ് ആയിരിക്കും ഈ വാച്ച്. സീന് സാധനം. ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് പറയുന്നത് കേട്ടോ. കാശുവിൻ്റെ വാച്ച് പൊതുവേ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഇത് ഉപയോഗിക്കുന്ന ആൾക്കൊക്കെ അറിയാം. അപ്പോൾ ഇതൊന്ന് ട്രൈ ആക്കി നോക്കി. സ്മാർട്ട് വാച്ചിനേക്കാളും ബെറ്റർ ആയിരിക്കും തോന്നുന്നു. അതാകുമ്പോൾ കുറച്ച് മെയിൻറ്റെയിൻ ആക്കണം. ഇത് നമുക്ക് റഫ് യൂസ് എത്ര വേണമെങ്കിൽ റഫ് യൂസ് ആക്കാം. നല്ല കംഫർട്ടാണ്. കുറച്ച് സൈസാണ് ചെറുത്, സൈസ് ചെറുതാണ് എന്നാലും ബെറ്ററാണ്. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈ ആയിട്ടാ. അതിൻ്റെ വേറൊരു മോഡലുണ്ട് 916, ഏറ്റവും പോപ്പുലർ ആയ ഒരു ഐറ്റം. പക്ഷെ അത് കിട്ടുന്നില്ല, മാർക്കറ്റിൽ അവൈലബിൾ അല്ല. കിട്ടിയാൽ അത് തീർച്ചയായിട്ടും വാങ്ങും. ചെറിയ പൈസയേ ഉള്ളൂ ഇതിനൊക്കെ. അപ്പോൾ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിരിക്കും ഈ സാധനം. ഭയങ്കര രസമല്ല. അപ്പോൾ ഓക്കെ, തിരിച്ചു പോയാൽ നമ്മളെ ആക്ഷൻ 5 നിങ്ങളെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. എന്താ പറയുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ. ദിസ് ഈസ് അത്തുക്ക വ്ളോഗ്സ് ഫോർ യു ഗൈസ്. ബൈ. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.